ഹായ് ഹലോ ഇന്നത്തെ ഈ വീഡിയോയിൽ സെക്കൻഡ് ടേം എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 7ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ഗണിതം പാഠപുസ്തകവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു സെക്കൻഡ് ടേമിന് വരുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങളെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ ഉപകാരപ്പെട്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനെ നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഫസ്റ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് നിർദ്ദേശങ്ങൾ കാണും അല്ലേ, അതൊക്കെ നന്നായിട്ട് വായിക്കുക. ഇനി പ്രവർത്തനം 1. ചുവടെയുള്ള പട്ടികയിൽ ചില ചതുരങ്ങളുടെ ഉയരം, നീളം, അവ തമ്മിലുള്ള അംശബന്ധം എന്നിവയിൽ 2 എണ്ണം തന്നിട്ടുണ്ട്. മൂന്നാമത്തേത് കണ്ടുപിടിച്ച് പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഉയരം സെൻറ്റിമീറ്റർ, നീളത്തിൽ സെൻറ്റിമീറ്റർ, അംശബന്ധം അല്ലേ. 2 എണ്ണം അവിടെ ഉയരം തന്നിട്ടുണ്ട്, 2 എണ്ണം നീളം തന്നിട്ടുണ്ട്, അംശബന്ധം 2 എണ്ണം തന്നിട്ടുണ്ട് അല്ലേ. ഇനി അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ ഉയരം 5 ആണ്, നീളം 10 ആണ്. അപ്പോൾ അംശബന്ധം എന്ന് പറയുന്നത് 1:2 അല്ലേ. ഇനി അടുത്തത് ഉയരം 6 ആണ്, നീളം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 3:2 ആണ് അംശബന്ധം, അപ്പോൾ 4 ആണ് നീളം. ഇവിടെ നീളം 4 തന്നിട്ടുണ്ട്, ഉയരം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്, അംശബന്ധം 1:2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഉയരം എത്രയാണ്? 2 ആണ്. ഇതിൽ തന്നെ ബി ആയിട്ടൊരു ചോദ്യമുണ്ട്. ഒരു പഞ്ചായത്തിലെ 1ാം വാർഡിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും എണ്ണം 11:10 എന്ന അംശബന്ധത്തിലാണ്. ഇവിടെ 1793 സ്ത്രീകളാണ് ഉള്ളത്. പുരുഷന്മാരുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും കൂടി ആകെ എത്ര പേരുണ്ട് എന്നും ചോദിച്ചിട്ടുണ്ട്. എന്താണ്? പുരുഷന്മാരുടെ എണ്ണം 1630 ആണ്. ആകെ പുരുഷന്മാരും സ്ത്രീകളും കൂടെ 3423 ആളുകളാണ് ഉള്ളത്. പ്രവർത്തനം 2. എ. ചുവടെ കൊടുത്തിരിക്കുന്നവയെ ബീജഗണിത ഭാഷയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത്, ഏത് സംഖ്യയോടും 0 കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ കിട്ടും. എങ്ങനെ എഴുതാം? എക്സ് കൂട്ടണം 0 സമം 0 എന്ന് എഴുതാം. ഏത് സംഖ്യയുടെയും 3 മടങ്ങിൽ നിന്ന് 2 മടങ്ങ് കുറച്ചാൽ അതേ സംഖ്യ കിട്ടുമെന്നുള്ളത് എങ്ങനെ എഴുതാം? 3 × എക്സ് കുറക്കണം 2 × എക്സ് സമം എക്സ് എന്ന് എഴുതാം. ഏത് സംഖ്യയോടും മറ്റൊരു സംഖ്യ കൂട്ടിയ സംഖ്യ കുറച്ചാൽ അതേ സംഖ്യ കിട്ടും. എങ്ങനെ എഴുതാം? എക്സ് കൂട്ടണം y × -y സമം എക്സ് എന്ന് എഴുതാം. അതിൽ തന്നെ ബി ഉണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവ എളുപ്പമാർഗം ഉത്തരം കണ്ടെത്തുക. ഇങ്ങനെയാണ്: 3 1/2 കൂട്ടണം 5 3/4 -2 1/4. എങ്ങനെ എഴുതാം? 3 1/2 കൂട്ടണം 3 × 1/2 സമം എത്രയാണ്? 7 ആണ് അല്ലേ. അടുത്തത് 19 കുറക്കണം 6.5 കൂട്ടണം 2.5. എങ്ങനെ എഴുതാം? 19 -4 അല്ലേ. എത്രയാണ്? 15 ആണ്. അടുത്തത് പ്രവർത്തനം 3. 1 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തെ മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്ന 5ൻ്റെ ഏറ്റവും വലിയ കൃതി ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. 5⁻6 ആണ് ആൻസർ. അതുപോലെ 10ൻ്റെ കൃതി ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. 6 ആണ് ആൻസർ. 1 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തിൻ്റെ അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ടാകാം? 6 പൂജ്യങ്ങളാണ് ഉണ്ടാകുന്നത്. ഇനി ബി, അതിൽ തന്നെ ബി ക്വസ്റ്റ്യൻ ഉണ്ട്. 15⁻3 സമം 3375 ആണ്. ഇത് ഉപയോഗിച്ച് ചുവടെയുള്ള കൃതികൾ കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ആൻസർ? ഫസ്റ്റത്തത് 1.5⁻3 എന്നുള്ളത് 3.375 എന്നാണ് ആൻസർ കിട്ടുക. രണ്ടാമത്തെ 0.015⁻3 എന്നുള്ളത് 0 കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമാണ്? 6 സ്ഥാനം അല്ലേ. 1 2 3 4 5 സ്ഥാനം കഴിഞ്ഞിട്ട് 3375 ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആൻസറും കിട്ടി. പ്രവർത്തനം 4. ചുവടെ പറയുന്ന സംഖ്യകളുടെ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. 40ഉം 54ഉമാണ് ചോദ്യം. 40 സമം 2⁻3 ഗുണിക്കണം 5 അല്ലേ. 4 ഗുണിക്കണം 2 സമം 8 ഘടകങ്ങൾ അല്ലേ. 54നെ 5⁻3 ഗുണിക്കണം 2 എന്ന് എഴുതാം. അപ്പോൾ 4 ഗുണിക്കണം 2 എത്ര ഘടകങ്ങളാണ്? 8 ഘടകങ്ങളാണ്. ഇനി അതിൽ തന്നെ ബി ആയിട്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ചുവടെയുള്ള സംഖ്യകളുടെ ഏറ്റവും വലിയ പൊതുഘടകവും
മറ്റു പൊതുഘടകങ്ങളും കണക്കാക്കുക എന്നാണ്. അപ്പോൾ 225ഉം 275ഉം 225 സമം 5 × 2 ഗുണിക്കണം 3 × 2 എന്ന് എഴുതാം. അല്ലേ, 275നെയോ 5 × 2 ഗുണിക്കണം 11 എന്ന് എഴുതാം. വലിയ പൊതുഘടകം 25ആണ്. മറ്റു പൊതുഘടകങ്ങൾ 1ഉം 5ഉമാണ് വരുന്നത്. അടുത്ത ചോദ്യം പ്രവർത്തനം 5. ചുവടെ കാണിച്ചിരിക്കുന്ന ത്രികോണങ്ങളുടെ എല്ലാം പരപ്പളവ് കണക്കാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ചിത്രവും രണ്ടാമത്തെ ചിത്രവും കണ്ടില്ലേ. ഇനി ഇതിൽ തന്നെ ബി ക്വസ്റ്റ്യന് 2 വശങ്ങളുടെയും നീളം 8 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും പരപ്പളവ് 12 ചതുരശ്ര സെൻറ്റിമീറ്ററും ആയ എത്ര വ്യത്യസ്ത ത്രികോണം വരയ്ക്കാമെന്നും ചോദിച്ചിട്ടുണ്ട്. നോക്കാം നമുക്ക് ചോദ്യത്തിൻ്റെ ഉത്തരം. എങ്ങനെ കാണാം? 4 ഗുണിക്കണം 6/2 അല്ലേ, 12 ആണ് ആൻസർ. 4 ഗുണിക്കണം 3/2 = 6. ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യം, എത്ര ചിത്രങ്ങളാണ് വരയ്ക്കാൻ കഴിയുക? ത്രികോണങ്ങൾ വരയ്ക്കാം. 4 ത്രികോണങ്ങളാണ് വരയ്ക്കാൻ കഴിയുക. ഇനി പ്രവർത്തനം 6. അതിൽ എ ക്വസ്റ്റ്യൻ 30 സെൻറ്റിമീറ്റർ ചുറ്റളവും വശങ്ങളുടെ നീളം 1:2 എന്ന അംശബന്ധത്തിലുമായ ഒരു ചതുരം വരയ്ക്കുക. ഇതേ ചുറ്റളവിൽ വശങ്ങളുടെ നീളം 2:3 എന്ന അംശബന്ധത്തിലുള്ള മറ്റൊരു ചതുരം വരയ്ക്കുക. സി. 2 ചതുരങ്ങളുടെയും പരപ്പളവുകൾ കണക്കാക്കുക. ഏത് ചതുരത്തിനാണ് പരപ്പളവ് കൂടുതൽ എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചിത്രങ്ങൾ വരയ്ക്കുക അല്ലേ. അത് നിങ്ങൾക്ക് അളവ് തന്നാൽ വരയ്ക്കാൻ നിങ്ങൾ പഠിച്ചിട്ടില്ലേ. അപ്പോൾ നമുക്കിവിടെ പരപ്പളവുകൾ കിട്ടൽ 50ഉം 54ഉമാണ്. അപ്പോൾ ഏറ്റവും 2 ചതുരങ്ങളുടെയും പരപ്പളവുകൾ കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് 50ഉം 54ഉം കിട്ടും. ഏത് ചതുരത്തിനാണ് പരപ്പളവ് കൂടുതൽ? രണ്ടാമത്തെ ചതുരത്തിനാണ് പരപ്പളവ് കൂടുതൽ ഉണ്ടാവുക. ഇനി അടുത്ത പ്രവർത്തനം 7. 512 ഹരിക്കണം 64ൻ്റെ ഹരണഫലം 2ൻ്റെ കൃതിയായി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 2×9/2×6 അല്ലേ, അങ്ങനെ എഴുതാം. സമം 2 9 - 6 എന്ന് എഴുതാം. സമം എത്ര കിട്ടും? 2×3 എന്ന് കിട്ടും. അതുപോലെ രണ്ടാമത്തത് ബി, 2×10ൻ്റെ പകുതിയെ 2ൻ്റെ കൃതിയായിട്ട് എഴുതാൻ പറഞ്ഞാൽ 2×9 എന്ന് എഴുതാം. ഇനി മൂന്നാമത്തത് 27 ഹരിക്കണം ബൈ അല്ലേ, 243നെ ലഘൂകരിച്ച് കൃതിയായിട്ട് എഴുതാൻ പറഞ്ഞാൽ 3×3/3×5 അതിന് 1/3 5 - കുറക്കണം 3 എന്ന് എഴുതാം. അതിന് നമ്മളെങ്ങനെ കിട്ടും? 1/3×2 എന്ന് ആൻസർ കിട്ടും. അടുത്ത ചോദ്യം പ്രവർത്തനം 8. എന്താണ് എട്ടാമത്തെ ചോദ്യം? 2 വ്യത്യസ്ത അഭാജ്യ സംഖ്യകളുടെ ഏറ്റവും വലിയ പൊതുഘടകം ഏതാണ്? എന്താണ്? 1. 2 ഭാജ്യ സംഖ്യകളുടെ ഏറ്റവും വലിയ പൊതുഘടകം 1 ആകാമോ? ആകില്ല. 2 സംഖ്യകളെ അവയുടെ ഏറ്റവും വലിയ പൊതുഘടകം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യകളുടെ ഏറ്റവും വലിയ പൊതുഘടകം ഏതാണ്? 1 തന്നെയാണ്. ഇനി ബി എന്താണ്? അതിൽ പി ഒരു അഭാജ്യ സംഖ്യ ആയാൽ പി എക്സിൻ്റെ എന്ത് ഘടകമുണ്ട്? x+1 ആണ്. 35ന് എത്ര ഘടകങ്ങളുണ്ട്? 4 ഘടകങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ മാത്തമാറ്റിക്സിൽ ഗണിതത്തിൽ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മാർക്കും സ്കോർ ചെയ്യാൻ കഴിയട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓൾ ദ ബെസ്റ്റ്.